ഗൈസ്, ഇതെൻ്റെ വിഷു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആണെന്നറിയാം, എന്നാലും ഇരിക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. 2 ദിവസത്തെ വിഷു അവിടെ നിന്ന് അങ്ങോട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് കെട്ടും പെട്ടിയും ഒക്കെ എടുത്തതാ റോഡിലേക്ക് നടക്കുകയാണ്. രാജേഷേട്ടൻ ഞങ്ങളിപ്പോൾ കൂട്ടാൻ വരും കേട്ടോ. അങ്ങനെ പോകുന്ന വഴി ഓർക്കാട്ടേരി ഇറങ്ങി ഇതാ നമ്മൾ പടക്കവും കാര്യങ്ങളും ഒക്കെ വാങ്ങുകയാണ്. പെങ്ങളും കുട്ടിയും നമ്മളെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സോ ഇവർക്ക് നമ്മൾ എപ്പോഴും കത്തിക്കുന്ന പടക്കങ്ങൾ മാത്രമേ വാങ്ങാറുള്ളൂ. പൊട്ടുന്ന പടക്കങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്, എന്നാലും അതൊന്നും നമ്മൾ വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ. വീട്ടിലെത്തിയതും പിള്ളേരെയും കൂട്ടി ഞങ്ങൾ നേരെ പോയത് മോന്താൽ പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ. പാലത്തിൻ്റെ ഇപ്പുറത്തായി ബോട്ട് ചട്ടിയും അപ്പുറത്തായി ട്രെയിൻ കഫേയാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ വന്ന് കുറച്ച് നേരെ ഇരുന്നു. നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ കഫേയിലോട്ടേക്കാണ്. ഇവിടെ ബോട്ടിങ്ങും അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള അഡ്വഞ്ചറും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വെക്കേഷൻ ടൈമിലാണ് കേട്ടോ എല്ലാ കൊല്ലവും നടത്താറ്. അങ്ങനെ നമ്മൾ ട്രെയിൻ കഫേയുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങൾക്കായി ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. ഹൗസ് ബോട്ടും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടും ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇതിലൊക്കെ കയറിയത് കൊണ്ട് അതിനോട് വലിയ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളില്ല കേട്ടോ. കഫേൻ്റെ അടുത്തായിട്ട് ചന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള സ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നേരെ അവിടത്തേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. കംപ്ലീറ്റ് വലിയൊരു ഗ്രൗണ്ടാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല സ്പോർട്ടും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കി ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴി ഇതുപോലുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കച്ചവടക്കാരൊക്കെ പല സാധനങ്ങളും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി, ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ നോക്കി നേരെ ലക്ഷ്യം വിട്ടത് പിള്ളേർക്ക് കളിക്കാനുള്ള വല്ല സ്പോട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ്. കാരണം അവരേതെങ്കിലും റൈഡിലോ മറ്റോ കയറ്റിയാൽ മാത്രമേ നമുക്കിതൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു റൈഡ് കണ്ടതും 2 പേരും ഓടിച്ചെന്ന് അതിൽ കയറിയിട്ടോ. ഇനി ഒരു അരമണിക്കൂർ പിള്ളേർ അതിൽ കളിച്ചോളും എന്ന് വിചാരിച്ചപ്പോഴാണ് കിടക്കുന്നത്. 5 മിനിറ്റ് മാത്രമേ അതിന് അവർ 50 രൂപ ചാർജ് ചെയ്യുന്നെന്ന് പറഞ്ഞു. എന്നാൽ പിള്ളേർ അവിടെ നിന്ന് കളിക്കട്ടെ. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങളൊന്ന് വേഗം ചുറ്റിക്കറങ്ങിട്ടോ. ഇവർക്കായിട്ടുള്ള ഗെയിംസും കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിങ് ഇട്ട് കഴിഞ്ഞാൽ അത് വീണ് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കിട്ടുന്ന രീതിയിൽ. ബട്ട് സാധനം ഒന്നും നോക്കിയപ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് ആ ഒരു ഗെയിം നമ്മളെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോഴാണ് എല്ലാവരും ഇതുപോലെ ബോൾ ഇങ്ങനെ കളത്തിലെറിഞ്ഞ് എന്തോ ഒരു നമ്പർ കൗണ്ട് വന്നാൽ നമുക്ക് ഈ ബാക്കിൽ വെച്ചിരിക്കുന്ന ഗിഫ്റ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. സോ അതായിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ എയിം. അപ്പോൾ നമുക്കും ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നി. നമ്മളും ഈ ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബോക്സിൻ്റെ എൻഡിൽ നിന്ന് നമുക്ക് ബോൾ എറിയാവുന്നതാണ്. 6 ബോൾസാണ് നമുക്ക് കയ്യിൽ തരിക. ടോട്ടൽ കൗണ്ടിൽ 6 വരണം. അത് എൻഡ് ഡിജിറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോഴാണ് കേട്ടോ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു വലിയ ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഈ ഗെയിം കളിച്ചാൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് ഉറപ്പായി. അങ്ങനെ ഫസ്റ്റ് രമ്മി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 6 തന്നെ വീണപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ രണ്ടാമത് നേരെ പോയി 4 വീണു കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടോട്ടൽ കൗണ്ട് ആക്കാമെന്ന് വിചാരിച്ച് ഞാനായിരുന്നു കേട്ടോ അടുത്ത ടേൺ എൻ്റെതായിരുന്നു. അത് നേരെ പോയി 3-ൽ വീണു. സന്തോഷം. അടുത്തതുകൂടെ ഒന്ന് ട്രൈ ചെയ്തു, അത് 4-ലും വീണു. അതോടുകൂടെ ഇതെനിക്ക് പറ്റിയ പണിയല്ലെന്ന് മനസ്സിലാക്കി ഞാൻ നേരെ രമ്യക്ക് കൊടുത്തു കേട്ടോ. പിന്നീടുള്ള ഞങ്ങളെ ബോൾ ആ സെൻറ്ററിൽ പോയി നിന്നു. അയാൾ എടുത്തു തന്നു കേട്ടോ. സംഭവം ഞങ്ങൾക്ക് മനസ്സിലായി ഇതെങ്ങനെ പോയാലും കിട്ടത്തില്ല എന്ന്. പിന്നെ ചുമ്മാ ഒരു രസം, എന്താ കിട്ടുകയാണെന്ന് അറിയാലോ, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ദാ എടുക്കാൻ പോകുന്നു. നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ദാ ഈ ഒരു മഗ്ഗാണ് കേട്ടോ. 50 രൂപയായിരുന്നു ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇതാ 20 രൂപയുടെ ഒരു മഗ്ഗ് കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയ മഗ്ഗും കൊണ്ട് ഞങ്ങൾ നേരെ പിള്ളേരെടുത്ത് ചെന്നു കേട്ടോ. ഞങ്ങൾ ഈ കളി കളിക്കുന്ന സമയം കൊണ്ട് പിള്ളേർ 2 ഗെയിംസ് കയറി. അവസാനം ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിച്ചപ്പോൾ അവർ ചിരിയോട് ചിരിയായിരുന്നു കേട്ടോ. പിന്നീട് ഈ ഒരു ഗ്രൗണ്ട് മൊത്തം ചുറ്റി കാണുമ്പോൾ ഈ ഒരു മഗ്ഗും എടുത്ത് നടക്കേണ്ട അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ ട്രെയിൻ കഫേൻ്റെ അകത്തേക്ക് കയറി. ട്രെയിനിൻ്റെ മോഡലിലാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന. ഒരുപാട് ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഗെയിം കളിക്കാനുള്ള സെക്ഷനും ഉണ്ട്. അങ്ങനെ ഈ ഒരു തോണിയിൽ കയറുന്നുണ്ടെന്ന് പറഞ്ഞു ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയറുണ്ടാകും, നല്ല സ്പീഡ് ഉണ്ടാകുമെന്ന്. രണ്ടാളും നല്ല എക്സൈറ്റ്മെൻറ്റോടുകൂടെ തന്നെ കയറിയതാണ് കേട്ടോ. സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് എൻഡിങ് ഉണ്ടായിരുന്നില്ല. അവസാനം അവരെ കൊണ്ട് പറഞ്ഞ് ഞങ്ങൾ നിർത്തിപ്പിച്ചു. ഒരാൾ വൻ കരച്ചിലും ഒരാൾ ചിരിച്ചുകൊണ്ട് കരയും ചെയ്യായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അതിൽ നിന്ന് അവരിറങ്ങി. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വല്ലതും കഴിക്കാം. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയതുകൊണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിശപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. രമ്യക്ക് കോളിഫ്ലവർ ആയിരുന്നു ഇഷ്ടം. അവൾ അത് വാങ്ങി. നമുക്കെല്ലാവർക്കും ഇഷ്ടം ഐസ്ക്രീം ആയിരുന്നു.
അതുകൊണ്ട് നമ്മളെല്ലാം ഇഷ്ടമുള്ള ഫ്ലേവർ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് നേരെ വീട്ടിലേക്ക് നമ്മുടെ മഗ്ഗു എടുത്ത് യാത്രയായി കേട്ടോ. വീട്ടിൽ വന്ന ഉടൻ തന്നെ പൊട്ടിക്കാനുള്ള പടക്കങ്ങളൊക്കെ പിള്ളേർ തന്നെ പകുതിയും പൊട്ടിച്ച് തീർത്തു. ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ. ഇത്തവണ പിള്ളേർക്ക് പേടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നെയ്തുമായിരുന്നു കൂടുതൽ ചെയ്യാൻ ഉഷാറ്. അത് കണ്ട് റെയ്യും ഒരു പേടിയില്ലാതെ ചെയ്തു കേട്ടോ. അങ്ങനെ ഉള്ള പടക്കങ്ങൾ മൊത്തം ഒറ്റ ദിവസം കൊണ്ട് തന്നെ പൊട്ടിച്ച് തീർത്തു. പിറ്റേ ദിവസം രാവിലെ കണി വെച്ചു. കുട്ടികളെ ഞങ്ങൾ രാവിലെ തന്നെ കണി കാണിച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം സദ്യ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. സ്പെഷ്യൽ കൊഞ്ചം ബിരിയാണി ആയിരുന്നു. കൂടെ നല്ല പാലട പായസവും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും റെയ്യും എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അവിടെ അപ്പോഴേക്കും ായി കുറേ പടക്കങ്ങളും വാങ്ങിച്ച് അവർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അച്ചാച്ചനും റെയ്യും കൂടെ ബാക്കിയുള്ള പടക്കങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ പൊട്ടിച്ച് തീർത്തു. ഇത്തവണ ഞങ്ങളുടെ വിഷു ഞങ്ങൾ നല്ല അടിപൊളിയായി ആഘോഷിച്ചു. ഇനി അടുത്ത വർഷവും നല്ലൊരു വിഷു ഉണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.